മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി ജ്വലിത നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം ചെയ്തു. ഹരിത ഓഫീസ് പ്രഖ്യാപനവും നിർവഹിച്ചു. സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കാനുള്ള മാർഗം സ്ത്രീകൾ മികച്ച വിദ്യാഭ്യാസം നേടുകയും സ്വയം പര്യാപ്തരാവുകയുമാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി ജ്വലിത പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഒപ്പിച്ച് മംഗലം കഴിപ്പിക്കുക എന്ന ചിന്തയിൽ നിന്ന് രക്ഷിതാക്കൾ മാറി. അതിന് വിഭിന്നമായിക്കൊണ്ട് നല്ലതുപോലെ വിദ്യാഭ്യാസം നേടി സ്വയം പര്യാപ്തമാവാം. അതേ വഴിയുള്ളൂ. സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കും സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താ? പരിഹാരം നിങ്ങൾ സ്വയം പര്യാപ്തമാവണം. എങ്ങനെ സ്വയം പര്യാപ്തമാവുക? പഠിച്ച് ജോലി വാങ്ങിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാവണം. ഇപ്പൊ കുടുംബശ്രീ വന്നപ്പോൾ വലിയ മാറ്റം ഉണ്ടായില്ലേ? കുടുംബശ്രീ വന്നപ്പം ഏതെല്ലാം മേഖലയിലാണ് നിങ്ങൾ ഇടപെടാൻ തുടങ്ങിയത്? നിങ്ങൾ ചെറിയ ചെറിയ ക്യാൻറ്റീൻ നടത്താൻ തുടങ്ങി, ക്ലീനിങ് വർക്ക് തുടങ്ങി, ഇങ്ങനെ പല സെക്ടറിനകത്തും നിങ്ങൾ വരാൻ തുടങ്ങി. അതിലൂടെ എന്താ ലഭിച്ചത്? നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളപ്പോൾ ആശ്രയിക്കേണ്ടി വരില്ല. എന്തെങ്കിലും തരുമോ? ചെലവുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡിസ്ക്രിമിനേഷൻ, ഈ വിവേചനത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ: സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാവുക. ഹരിത ഓഫീസ് പ്രഖ്യാപനവും നിയമസഭാ സ്പീക്കർ നിർവഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനായ ചലച്ചിത്ര തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു. കിലയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ലിംഗപദവി പഠന പുസ്തകം ജ്വലിത ആസൂത്രണ സമിതി അംഗം കെ സുജാത പരിചയപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും ICDS സൂപ്പർവൈസർ എ രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മടിക്കൈ.